വളരെ കൊല്ലങ്ങൾക്ക് മുമ്പ് വയനാട്ടിലുള്ള ഏതോ ഒരു ഉള്ളോട്ടുള്ള ഗ്രാമത്തില് ഒരു യോഗത്തിൽ സംസാരിക്കാനായിട്ട് പോയി. അത് സർക്കാർ നടത്തിയിരുന്ന ഒരു പരിപാടിയാണെന്നാണ് എൻ്റെ ഓർമ്മ. എന്തോ ഒരു ബോധവൽക്കരണ ക്ലാസ്. അപ്പൊ സംസാരിക്കാൻ നിന്നപ്പോ ഗ്രാമീണരായ കുറച്ച് പേര് ഉണ്ട്. ആ സമയത്താണ് ഒരു 10-12 പേര് പ്രസംഗം തുടങ്ങിയതിനു ശേഷം കാരണവന്മാര് വരികയാണ്. അപ്പൊ ഞാൻ തുടങ്ങിയിട്ടില്ല. ഇവരും അവരെ കാത്തിരിക്കാൻ തോന്നുന്നുണ്ട്. കാരണവന്മാര് ചോദിക്കുന്നു, തുടങ്ങിയോ? ഇല്ല, അദ്ദേഹം ഇവിടെ ഇരിക്കുകയാണ്, നിങ്ങൾ കൂടി വരാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. അവരിരുന്ന് അവരുടെ വസ്ത്രം ഒക്കെ ഒരു പ്രത്യേകതയുണ്ട്. വേഷ്ടിയൊക്കെ ഒരാൾക്ക് വേഷ്ടിയൊക്കെ ഉണ്ട്. അങ്ങനെ വേഷ്ടിയൊന്നും പതിവില്ല. അപ്പൊ കൂട്ടത്തില് ഒരാൾ ചോദിക്കണം, എന്താ വൈകിയെന്ന്. കല്യാണം ഉറപ്പിക്കാൻ പോയതായിരുന്നു, കുറ്റം പറയൽ ചടങ്ങിന് കുറച്ച് വൈകി. ഈ വാക്ക് മാത്രം ഞാൻ കേട്ടു. കുറ്റം പറയൽ ചടങ്ങ്, അങ്ങനെ ചടങ്ങുണ്ട്. ഏതായാലും എന്റെ സംസാരം കഴിഞ്ഞു. വന്നവർക്കുള്ള ആഹാരവും അവിടുന്ന് കിട്ടിയെന്നാണ് ഓർമ്മ. അത് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ വേഷ്ടി ധരിച്ച കാരനോട് ഞാൻ ചോദിച്ചു, എന്താ കല്യാണം ഉറപ്പിക്കാൻ പോയപ്പോ വൈകാൻ കാരണം? ആ ചടങ്ങ് കുറ്റം പറയൽ ചടങ്ങ് ഞങ്ങളുടെ വിഭാഗത്തിൽ മാത്രമുള്ള ഒരു ചടങ്ങാണ്. എല്ലാവർക്കും ഒരേപോലെ ഉണ്ടായില്ല. അവിടുത്തെ ആ ഗ്രാമത്തിൽ, ഓരോ ഗ്രാമത്തിലും ഓരോ മാതിരിയല്ല. ശവസംസ്കാരവും കുട്ടിയുടെ ചോറും ഒക്കെ വ്യത്യാസമുണ്ട്. ഞങ്ങളുടെ ഗ്രൂപ്പില് ഒരു ചടങ്ങുണ്ട്, കുറ്റം പറയല്. അപ്പൊ ഞാൻ ചോദിച്ചു, എന്താണ് ഈ ചടങ്ങ്? കല്യാണ കേസൊക്കെ ഉറപ്പിച്ച മാതിരിയാണെങ്കിൽ അതിന്റെ പറയാനുള്ളത് എത്ര പേര് ഊണിക്കാൻ വരും, എത്ര പേരുണ്ടാവും, ആ വ്യവസ്ഥകളൊക്കെ ഇരുകൂട്ടരും പറഞ്ഞതിന് ശേഷം, അങ്ങനെയൊക്കെ വ്യവസ്ഥയൊക്കെ ശരിയല്ലേ? ശരി. കുറ്റം പറയൽ ചടങ്ങല്ലേ ആ ചടങ്ങ്. ഇത് മൂപ്പം പറഞ്ഞാൽ പെണ്ണ് വീട്ടുകാര് അവിടുത്തെ ഒരാള് കുറ്റം പറയലിൽ വിദഗ്ധന്മാരുണ്ട്. നിങ്ങളുടെ വീട്ടിലേക്കൊക്കെ ആരെങ്കിലും പെൺകുട്ടികളെ തരുമോ? അവിടെ ഉള്ളത് മുഴുവൻ മോശക്കാരല്ലേ. കുറ്റം പറയൽ വിദഗ്ധൻ അങ്ങോട്ട് കുറ്റം പറയും. അപ്പൊ ആണ് വീട്ടുകാര്, അല്ലെങ്കിൽ നിങ്ങളുടെ നാട്ടിലെ പെണ്ണുങ്ങളുടെ വലിയ വർത്താനൊന്നും പറയണ്ട. അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറിച്ചു. ആ കുറ്റം പറച്ചിലിന്റെ സ്പെഷ്യലിസ്റ്റുകളുണ്ട്. പണ്ട് കൈകൊട്ടികളി കളിക്കുമ്പോ അത് ജാനകി എടുത്തിടുകയാണ്. ആ ലൈനിനോട് ജാനകി എടുത്തി അങ്ങോട്ട് പാടും, ഡാൻസ് ചെയ്യണ പോലെ. കുറ്റം പറയൽ വിദഗ്ധന്മാർ അത് കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു കഴിഞ്ഞാൽ മൂപ്പൻ കുറ്റം പറയല് കഴിഞ്ഞോ എന്ന് ചോദിച്ചു. ഉവ്വ്. നിർത്തി, പൂർണ്ണവിരാമം, സന്തോഷത്തിൽ കല്യാണം ഉറപ്പിക്കും. ഇത് ഞാൻ അന്ന് ആദ്യം കേൾക്കുക. ഞാൻ പറഞ്ഞു, എന്തിനങ്ങൾ ചടങ്ങ്? അത് വേണല്ലോ. കുറ്റം പറയല് കഴിഞ്ഞു, ഇനി ഈ ജന്മം ഒരു കുറ്റം അങ്ങോട്ടും ഇങ്ങോട്ടും പറയാൻ പാടില്ല. കുറ്റം പറയൽ ചടങ്ങ് ഉറപ്പിക്കണതിന് മുമ്പ് കഴിഞ്ഞില്ലേ? ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞില്ലെങ്കിൽ ഞാൻ മനസ്സിൽ പറഞ്ഞു, ഇവിടെ വന്ന് ക്ലാസ് എടുക്കാനുള്ള യോഗ്യതയില്ല, കാരണം ഞങ്ങൾ കല്യാണത്തിന് ശേഷം കുറ്റം പറയും. ഏതാ നല്ലത്? ചെക്കനും പെണ്ണും കൂടി കല്യാണം കഴിഞ്ഞിട്ട് ഇരു വീട്ടുകാരും അല്ലെങ്കിലും തെക്കേപ്പാട്ടോർ ഇങ്ങനെയല്ലേ, ഭാര്യ വീട്ടുകാരെ അല്ലെങ്കിൽ ആ കുടുംബം മുഴുവനെ പോക്കാണ്. തള്ളയും താന്തയും ഒക്കെ ഒരാളും നല്ലൂരില്ല. ഇങ്ങനെ ഒരു ജന്മം മുഴുവൻ കുറ്റം പറയുകയാണോ നല്ലത്? അതൊരു ചടങ്ങാക്കി വെച്ചിട്ട് അത് അവിടെ വെച്ചാൽ തീർന്നു, ഫുൾ സ്റ്റോപ്പ്. അവിടെ വെച്ച് എന്ത് ചെയ്തു?
ഇത് തരക്കെടില്ലോ എനിക്ക് തോന്നി. നമ്മുടെ കുറ്റം പറച്ചിൽ കുറച്ച് കൂടുതലാണ്. ഭാര്യ വീട്ടുകാരെ കണ്ടുകൂടാത്തത്, ഭർത്താവിന്റെ വീടിനെ പറ്റി ഐശ്വര്യമുള്ള ഒരൊറ്റൊന്നും അവിടെ ഇല്ല എന്ന് പറഞ്ഞവര്. പറഞ്ഞതിൽ ന്യായം ഉണ്ടാകാം, ന്യായവും അന്യായവും അറിയില്ല. ഇതൊരു തരക്കെടില്ലാത്ത കാര്യമാണെന്ന് തോന്നിയപ്പോ ഭാരതത്തിലെ എന്റെ ഗുരുനാഥനായുള്ള ഒരു മഹാപണ്ഡിതനോട്, അദ്ദേഹത്തോട് ഞാൻ സംഭാഷണ മധ്യേ പറഞ്ഞു, സംശയം വന്നാൽ വേദം, ഉപനിഷത്ത് തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന മഹാനായ വ്യക്തിയാണ്. അങ്ങനത്തെവരൊക്കെ ശിഷ്യത്വം കിട്ടി എന്നുള്ളത് സന്തോഷകരമായി തോന്നാറുണ്ട്. ഈ ചടങ്ങിനെ പറ്റി പറഞ്ഞപ്പോ അദ്ദേഹം പറയണേ, ഇതിപ്പോ തുടങ്ങിയ ചോന്നല്ല, നിങ്ങൾ വിചാരിക്കുന്ന പോലെ ചില സമുദായത്തിനുമല്ല, പണ്ടേ ഉണ്ട് ഇത്. ഞാൻ പറഞ്ഞു, എപ്പോ? രാമായണ കാലത്തോ? ഇതിന്റെ ആഴത്തിൽ ചിന്തിക്കുന്ന അദ്ദേഹം പറഞ്ഞു, വരന്റെ വീട്ടുകാരെന്ന് വരന്റെ കുറ്റം ഒരു 16 കുറ്റങ്ങളും പറഞ്ഞു നോക്കണം. വധുവിന്റെ വീട്ടുകാര് ഇതുപോലെ പറഞ്ഞു കൊടുക്കണം. എന്നിട്ട് പൊരുത്തപ്പെട്ട് കല്യാണം ഉറപ്പിച്ചു. ചടങ്ങുണ്ടോ ഇല്ലയോ എന്നല്ല, സീതയുടെ 16 കുറ്റങ്ങൾ സീതയുടെ അമ്മ രാമന്റെ ബന്ധുക്കൾക്ക് പറഞ്ഞു കൊടുത്തു എന്നാണ് കഥ. സീതയുടെ 16 കുറ്റം പറഞ്ഞു. പിന്നെ അദ്ദേഹം ഒന്ന് വിവരിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, നല്ല ശീലമാണുള്ളത്. ഇന്ന് കുറ്റം പറയോ? പയ്യന്റെ ആളായിട്ട് കല്യാണം ഉറപ്പിക്കാൻ ഞാൻ പോയിരിക്കുന്നെങ്കിൽ ആ പയ്യനെ പറ്റി എന്തെങ്കിലും ഒരു കുറ്റം പറയോ? ഇവിടെ കുറ്റം എന്ന് പറഞ്ഞാൽ രണ്ടർത്ഥമുണ്ട്. അതും ചിന്തിക്കേണ്ട. സാധാരണഗതിയിലുള്ള കുറ്റം, അവൾക്ക് ഇന്ന കാര്യങ്ങൾ സാമ്പാർ വെക്കാൻ ഇന്ന കാര്യങ്ങൾ അവൾ അത്ര മിടുക്ക് പോരാ, അത് അറിഞ്ഞിരിക്കുന്നത് നല്ലതല്ലേ. ഇന്ന കാര്യത്തില് അവള് കുറച്ച് വീക്കാണ്, പക്ഷെ ഇന്ന ഗുണങ്ങളുണ്ട്. ഇവിടെ കുറ്റം എന്ന് പറഞ്ഞാൽ ഗുണങ്ങളും വരും. കുറ്റം എന്ന് പറഞ്ഞാൽ കുറ്റമല്ല, ഗുണങ്ങളും ഉണ്ട്. ഇന്നാള് അവന് സംഘം ചേരുമ്പോ കുറച്ച് ഭീഷണ സ്വഭാവമുണ്ട്. കൊല്ലത്തിൽ 1-2 തവണ നമ്മളിപ്പോ ഉണ്ടോ? പിന്നെ ചില കാര്യങ്ങൾ വരുമ്പോ അവനൊരു മുൻകോപമുണ്ട്. ചില കാര്യങ്ങൾ എല്ലാ കാര്യത്തിലും ഇല്ല. പെൺകുട്ടിയുടെ വീട്ടുകാര് നൈറ്റിൽ ഡ്യൂട്ടി ഉണ്ടാവും കേട്ടോ, പ്രൈവറ്റ് ആസ്പത്രിയാണ്. അപ്പൊ രാത്രി ഡ്യൂട്ടി ഉണ്ടാവും. സാധാരണ ഏറ്റവും ഉയർന്ന അർത്ഥം എന്ന് പറഞ്ഞാൽ അവിടെ ഒരു 16 കുറ്റം ഞാൻ പറഞ്ഞു. പരാശക്തിക്ക് 16 ഏങ്കളിൽ ഉള്ള ഭാവമുണ്ട്, അതാണ് 16 കുറ്റം. അവിടെ കുറ്റം എന്ന് പറഞ്ഞാൽ ചീത്ത കാര്യമല്ല, 16 ഏങ്കൾ പരാശക്തിയുടെ. ദശമഹാവിദ്യ 10 കുറ്റമല്ല, ആ 10 ഏങ്കളില് അതിനർത്ഥം ഉണ്ട്. ഇതറിയാതെ സീതയുടെ കുറ്റം പറഞ്ഞു കൊടുത്തു എന്നുള്ളതല്ല. സീത ആരാണ്? പരാശക്തിയാണ്. പരാശക്തി ആരാണ്? ഭൂമിയിൽ നിന്നാണ് സീതയെ കിട്ടിയത്. സീതയുടെ അമ്മ ആരാണ്? ഭൂമിദേവി. ഭൂമിദേവിയിലേക്കാണ് പോയത്.
ആ പരാശക്തിയെ കൂടെ കിട്ടുകയാണ് രാമൻ. ഒടുവിൽ എന്തിനാണ്? മെഡിറ്റേറ്റ് ചെയ്യാനാണ് ജീവിതം. മെഡിറ്റേഷന്റെ അവസാനത്തെ സ്റ്റേജാണ് മനസ്സിനെയും ഉപേക്ഷിക്കുക എന്നത്. മനസ്സിനെ ഉപേക്ഷിക്കണം. ഇതാണ് സീതയെ പരിത്യജിച്ചു എന്നുള്ളതിന്റെ രഹസ്യം. സീതയ്ക്കറിയാം അതെന്താണെന്ന്, രാമനും അറിയാം, വാൽമീകിക്ക് അറിയാം. നമ്മളിൽ ചിലവർക്ക് അത് മനസ്സിലാവാത്തതുകൊണ്ട് ഈ കുറ്റം എന്ന് പറയുമ്പോൾ അതിന് വലിയ അർത്ഥതലങ്ങൾ ഉണ്ട്. അതുകൊണ്ട് കുറ്റങ്ങളെ കുറ്റം പറയണം, ആളെയല്ല പറയുന്നു. വളരെ വലിയ ആശയങ്ങളിൽ നിന്ന് ഊഹിച്ചെടുക്കാനുണ്ട് എന്ന് ചിന്തിച്ച് വാക്കുകൾ സംഭരിക്കുന്നു.